മെജോറിറ്റി ഓഫ് ദ കുട്ടികളുടെ പ്രശ്നം എന്താ വെച്ചാൽ പാമ്പേഡാണ്. അതായത് ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നാണ് അവരുടെ വിചാരം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മെജോറിറ്റി ഓഫ് ദ കുട്ടികളും ഇപ്പോൾ ജർമ്മൻ ഭാഷ ഞാൻ ലോജിക്കലി മനസ്സിലാക്കുന്നത് നമ്മളിവിടുന്ന് എത്രയോ കുട്ടികൾ ഇപ്പോൾ 100 കണക്കിന് കുട്ടികൾ ജർമ്മനിയിൽ പോയിട്ടുണ്ട്. അപ്പം അതിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ 4 മൊഡ്യൂൾ പാസ്സായ കുട്ടികളുടെ നമ്പർ കുറവാണ്. എനിക്ക് തോന്നുന്നു കുറേ അധികം ആളുകൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്. പക്ഷേ കുട്ടികളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം ഒരു മൊഡ്യൂൾ തോറ്റ് കഴിഞ്ഞാൽ അവർ മെൻ്റലി ഡൗൺ ആവുകയാണ്. പിന്നെ എന്നെക്കൊണ്ട് ഈ കാര്യം പറ്റില്ല എന്നൊരു ആറ്റിറ്റ്യൂഡുമായിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പരിധി വരെ അവർ ക്ലിയർ ചെയ്യാത്തത് മുമ്പോട്ട് പോകാത്തതിൻ്റെ ഒരു റീസൺ അവർക്കൊരു ആ ടൈമിൽ കറക്റ്റായിട്ടൊരു ഗൈഡൻസോ മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ കിട്ടാത്തതാണ്. ഇതൊരു പ്രശ്നമാണല്ലോ. ആക്ച്വലി ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടാതെ വരുമ്പോൾ ഇവർ മെൻ്റലി ഡൗൺ ആകുന്ന ഒരു പ്രശ്നമാണല്ലോ. അത് എങ്ങനെ നമുക്ക് ആക്ച്വലി അതിനൊരു കറക്റ്റ് സൊല്യൂഷൻ എന്താ സാറിന് കൊടുക്കാനുള്ളത്? അതിനൊറ്റ എക്സാമ്പിൾ കൊണ്ട് എനിക്ക് അത് പറയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ അഞ്ജു ജോബിയുടെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരവായി. അതായത് അഞ്ജു എന്ന് പറയുന്നൊരു കുട്ടി എഡ്യൂഫ്ലെയർ വഴി ജർമ്മനിയിൽ പോയി ഇപ്പം അവിടെ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യുകയാണ്. അഞ്ജു ആദ്യത്തെ പരീക്ഷയിൽ ജർമ്മൻ ലാംഗ്വേജ് 4 മൊഡ്യൂളും തോറ്റുപോയ കുട്ടിയാണ്. ഒരു മൊഡ്യൂൾ പോലും പാസ്സായില്ല. രണ്ടാമത് പരീക്ഷ എഴുതിയപ്പോഴും എഗെയിൻ വീണ്ടും 4 മൊഡ്യൂൾ തോറ്റുപോയി. ഒന്നുപോലും പാസ്സായില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ വിദ്യാർത്ഥി വളരെയധികം ഡെസ്പറേറ്റ് ആവേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ആ കുട്ടി കടന്നുപോയത്. പിന്നീട് ആ കുട്ടി പഠിച്ചു, 2 മൊഡ്യൂൾ പാസ്സായി. പിന്നത്തെ പരീക്ഷയിൽ 1 മൊഡ്യൂൾ കൂടി പാസ്സായി. പിന്നത്തെ പരീക്ഷയിൽ 1 മൊഡ്യൂൾ പാസ്സായി. ഇപ്പം ജർമ്മനിയിലെത്തി ജർമ്മനി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മുടെ വെബിനാറിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. അപ്പം എനിക്ക് എന്നെ കേൾക്കുന്ന കുട്ടികളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പ്രാവശ്യം പരീക്ഷയെ തോറ്റുപോയതുകൊണ്ട് തളർന്നു പോകരുത്. 2 പ്രാവശ്യം തോറ്റുപോയാലും തളർന്നു പോകരുത്. ഇതൊരു ജേണിയാണ്. വലിയൊരു ട്രാൻസ്ഫോർമേഷനും വലിയൊരു ജീവിതമാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ വീണ്ടും വീണ്ടും എഫേർട്ട് എടുത്ത് പഠിക്കുകയും ഓരോരോ മൊഡ്യൂളുകളായി പാസ്സാവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എഫേർട്ട് ഇടുക. ഇപ്പോൾ സിത്താര പറഞ്ഞിരുന്നൊരു കാര്യം എനിക്ക് മനസ്സിലായത്, അതായത് നമ്മൾ മറ്റ് സബ്ജക്റ്റുകൾ നമുക്ക് ഇപ്പോൾ സ്റ്റഡി ലീവിൻ്റെ സമയത്തൊക്കെ കണ്ടിന്യൂസ്ലി ഇരുന്ന് പഠിച്ച് നമുക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും. പക്ഷെ ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ലാംഗ്വേജ് പഠിച്ച് പരീക്ഷ പാസ്സാവാൻ വേണ്ടി സാധിക്കില്ല. A1 പഠനത്തിന് കയറുന്ന അന്ന് മുതൽ നിങ്ങളുടെ B2 എക്സിറ്റ് പോയിന്റ് വരെ തുടർച്ചയായി എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ഒരു ലാംഗ്വേജ് പാസ്സാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എനിക്ക് സാർ ഇതിലിപ്പോൾ ഒരു കാര്യം ആഡ് ചെയ്യാൻ തോന്നുന്നത് എന്താ വെച്ചാൽ, പേരൻസിൻ്റെയൊക്കെ ഒരു കൺസേൺ ആണ്. ലൈക്ക് അതായത് ഇപ്പം ഒരു പ്രാവശ്യം തോറ്റുപോയി, 2 പ്രാവശ്യം തോറ്റുപോയി, പിന്നെ ഇത് അവർക്കൊരു ടെൻഷനാവും. ഇപ്പം അഞ്ജുവിൻ്റെ കാര്യത്തിൽ നമ്മളൊരു കാര്യം ആഡ് ഓൺ ചെയ്യേണ്ടത്, ഇപ്പം അഞ്ജുവിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അഞ്ജു പറഞ്ഞൊരു കാര്യം എന്താണ്, അഞ്ജു ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് സിനാരിയോ വന്നത് 2 പ്രാവശ്യം എത്തിയിട്ട് ഒരു അറ്റംപ്റ്റ് പോലും പാസ്സായിട്ടില്ല. അഞ്ജുവിൻ്റെ കൂടെയുള്ള എല്ലാവരും 1-2 മൊഡ്യൂൾ സമയം കൊണ്ട് പാസ്സായി കഴിഞ്ഞു. അപ്പോൾ അഞ്ജുവിൻ്റെ ആ ഒരു മൊമെൻറ്റിൽ ഏറ്റവും വലിയൊരു സ്ട്രോങ് പില്ലറായിട്ട് മോട്ടിവേഷൻ കൊടുത്ത അഞ്ജുവിൻ്റെ ഫാദറാണ്. അദ്ദേഹം വളരെ സാധാരണക്കാര ഒരു മനുഷ്യനാണ്. അപ്പം എനിക്ക് തോന്നുന്ന ആളൊക്കെ അങ്ങനത്തെ ഒരു പേരൻറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഇവരുടെ ഒരു ജേർണിയിൽ പേരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സാർ ആസ് എ പേരൻറ്റ് ഇപ്പം ഈ പേരൻസിനോട് എന്താ പറയുക? അതായത് കുട്ടികൾ ഇപ്പോൾ ഒരു തോറ്റുപോയി എന്ന് വിചാരിക്കും, 1 മൊഡ്യൂൾ പോയി, 2 മൊഡ്യൂൾ പോയി. അപ്പോൾ ഒരു പേരൻറ്റ് എന്ത് സ്റ്റാൻഡ് എടുക്കണം? ഇവർക്ക് പ്രഷർ കൊടുത്ത് ഈ തോറ്റുപോയല്ലോ എന്ന് വിചാരിച്ച് അവരെ കേസ് ചെയ്യണോ? അത് അവരെങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യിപ്പിക്കാനുള്ള എന്തൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ അപ്രോച്ചാണ് ഒരു ആസ് എ പേരൻറ്റ് നമ്മൾ എടുക്കേണ്ടത്? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എനിക്ക് തോന്നുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഉത്തരവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് പലപ്പോഴും കുട്ടികളുടെയും പേരൻസിൻ്റെയും ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, 8 മാസം കൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു, 4 മാസം തന്നെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ട്. പാസ്സായി പിറ്റേ ദിവസം ജർമ്മനി പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പ്രായോഗികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജർമ്മൻ ഭാഷ പഠിച്ചു പാസ്സായി ജർമ്മനിയിലെത്തിയാൽ നമ്മുടെ ജീവിതത്തിന് പെർമനൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാകുന്നത്. ആ പോകുന്ന കുട്ടിയുടെ മാത്രമല്ല അവരുടെ ഫാമിലിയുടെ മൊത്തത്തിലുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത്. അപ്പം കുട്ടികളെ പേരൻസ് സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു വളരെ ഷോർട്ട് ടൈം കൊണ്ട് പാസ്സായി ജർമ്മനിയിൽ എത്തണമെന്ന് ചിന്തിക്കാതെ ഓരോ കുട്ടികൾക്ക് ഓരോ കഴിവിന് പല വിധത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അവരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക. അവരൊരു പ്രാവശ്യം പരീക്ഷയിൽ തോറ്റുപോയാൽ വീണ്ടും അവരെ പരീക്ഷയിൽ എഴുതാൻ വേണ്ടി എൻകറേജ് ചെയ്യുക. വീണ്ടും തോറ്റുപോയാൽ വീണ്ടും എൻകറേജ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരിക. കാരണം ഇതൊരു പുതിയ പാത്ത് വേ ആണ്. പലപ്പോഴും അവരുടെ ഒപ്പം പഠിച്ച മറ്റു കുട്ടികൾ ഒരുപക്ഷെ ഡിഗ്രി ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടാവാം, ഇവിടെ നേഴ്സിങ്ങിന് ചേർന്നിട്ടുണ്ടാവും, മറ്റു കോഴ്സുകൾക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തോറ്റുപോയി, ഇനി എന്ത് ചെയ്യും എന്നുള്ള ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു ചിന്ത കുട്ടിയുടെ ഉള്ളിലേക്ക് വരും. പക്ഷേ ഇത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്വപ്ന തുല്യമായിട്ടുള്ളൊരു ജീവിതമാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പം അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ വീണ്ടും വീണ്ടും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ട പേരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. അഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അഞ്ജു പറഞ്ഞതാണ്, 2 പ്രാവശ്യം തോറ്റുപോയപ്പോൾ നിർത്താൻ വേണ്ടി അഞ്ജു ആലോചിച്ചതാണ്. പക്ഷേ അഞ്ജുവിൻ്റെ ഫാദർ, മോളെ നിനക്ക് കഴിയും, നീ ഇനിയും പഠിക്കുക, നീ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എത്ര പ്രാവശ്യം തോറ്റാലും പ്രശ്നമില്ല,
നീ പഠിച്ചിട്ടല്ലേ തോക്കുന്നത്, നീ വീണ്ടും പഠിച്ചിട്ട് പരീക്ഷ എഴുതൂ എന്ന് പറഞ്ഞ് ആ ഫാദർ പ്രേരിപ്പിച്ചിട്ടാണ് മൂന്നാമത് ആ കുട്ടി പരീക്ഷ എഴുതാൻ പോയത്. അങ്ങനെ പരീക്ഷ എഴുതിയ ആ കുട്ടി ഇന്ന് ജർമ്മനിയിലാണ്. നമ്മുടെ വെബിനാറിൽ അവൾ പറഞ്ഞു എല്ലാ മാസവും അവൾ കൃത്യമായിട്ട് 40,000 രൂപയോളം വീട്ടിലേക്ക് അയക്കുന്നുണ്ട് 19ാമത്തെ വയസ്സിൽ. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു എൻ്റയർ ഫാമിലിയുടെ സപ്പോർട്ട് കുട്ടികൾക്ക് ആവശ്യമാണ് ഭാഷ പഠിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് പേരൻസ് അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരുടെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഇപ്പോൾ ഇതിൽ ഒരു കാര്യമോടെ ഞാൻ ആഡ് ചെയ്യും. ഞാനിപ്പം 2 ദിവസം മുന്നേ ജോബി ചേട്ടനായിട്ട് വീണ്ടും സംസാരിച്ചു. അപ്പം അവർ പേഴ്സണലി അവരുടെ ഫാമിലിയിലെ ഒരു കുട്ടിക്ക് നമുക്ക് പ്രോസസ്സിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ കുട്ടി 4 മണിക്കൂറാണ്, തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് ജോബ് ചേട്ടൻ എന്നോട് പറഞ്ഞത് അവർക്ക് 2 കുട്ടികളാണ്. അപ്പോൾ മൂത്ത കുട്ടി 5, ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞത്. എനിക്കൊരു സീറ്റ് അവിടെ റിസർവ് ചെയ്ത് വെച്ചോളാണ് പറഞ്ഞത്. ആ കുട്ടി ഏപ്രിൽ 1 ബാച്ചിൽ ഇവിടെ നിന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പം ആ പേരൻ്റെ അടുത്തൊരു തീരുമാനമാണ് അത് മനസ്സിലായി. ഇപ്പോൾ 5 ഇപ്പോൾ ഈവൻ ദോ സ്ട്രഗിൾ ചെയ്തിപ്പോൾ ജർമ്മനിയിലെത്തി, ഫിനാൻഷ്യലി അവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഇപ്പോൾ 2 കുട്ടികൾ ജർമ്മനിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ആലോചിച്ചൊക്കെ ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല അവരെങ്ങനെ ഇത് അഫോർഡ് ചെയ്യുന്നത് പോലെ എനിക്കറിയില്ല. മേ ബി ഇപ്പോൾ 5 സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടാമത്തെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ ജോബി ചേട്ടൻ എടുത്ത ആ തീരുമാനം കൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി ജർമ്മനിയിലേക്ക് ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോവാണ്, ലാംഗ്വേജ് പഠിക്കാൻ പോവാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ എല്ലാവരും സെറ്റിൽഡ് ആയിട്ട് ആയിരിക്കില്ല ഈ പ്രോഗ്രാമുകൾക്ക് വേണ്ടി നോക്കുന്നുണ്ടാവും. ഇപ്പം ആസ് എ പേരൻറ്റ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കാതെ, ഇപ്പോൾ നാട്ടിൽ നഴ്സിംഗ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ടാവും. കേരളത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് മെറിറ്റിൽ നിങ്ങൾക്ക് എത്ര സീറ്റുകളുണ്ട്? 100-200 സീറ്റുകളാണ് ഉണ്ടാവും. അപ്പോൾ കർണാടകയിൽ നിങ്ങൾ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ അന്വേഷിച്ചു നോക്കുക. നല്ല ഇപ്പം ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ നിങ്ങൾ മംഗലാപുരം അല്ലെ ബാംഗ്ലൂർ പോലത്തെ ക്രെഡിബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഫാദർ മുള്ളർ, എനിക്ക് നെയിം മെൻഷൻ ചെയ്യണമെന്ന് അറിയില്ല, അവിടുത്തെ സ്ഥലത്തൊക്കെ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു 90-95% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുക. 2, ഞാൻ മനസ്സിലാക്കുന്നത് നഴ്സിംഗ് കോളേജുകളൊക്കെ 5-6 ലക്ഷം രൂപ ഡൊണേഷൻ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കോളേജുകൾ അഡ്മിഷൻ കിട്ടാനായിട്ട്. അതായത് ഫീസ് ഒരു 12 ലക്ഷം രൂപ 6-7 ലക്ഷം രൂപ ഡൊണേഷനൊക്കെ കൊടുത്താലാണ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പറ്റുക. അത് കഴിഞ്ഞ് അതായത് ഒരു 10-20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ലോണൊക്കെ എടുത്തിട്ട് വേണം പഠിപ്പിക്കാൻ. അത് കഴിഞ്ഞ് വീണ്ടും ഭാഷ പഠിപ്പിച്ച് 2-3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ജർമ്മനിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് ആ കുട്ടി +2 കഴിഞ്ഞൊരു കുട്ടി ഇമ്മീഡിയറ്റ്ലി ജർമ്മൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ജുവിനെ പോലെയോ നിഷോനെ പോലെയോ ഫിയോണയെ പോലെയോ 100 കണക്കിന് മറ്റു കുട്ടികളെ പോലെ അവർക്ക് ജർമ്മനി പോയിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, മാസം ഇത്ര എമൗണ്ട് അയക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം തീരുമാനം നിങ്ങളുടേതാണ്. ഇത് ഇപ്പോൾ ചെയ്യണോ അതോ സൊസൈറ്റിയിൽ എല്ലാവരും സഞ്ചരിക്കുന്ന ഒരു പാത്തിലൂടെ സഞ്ചരിച്ച് അവർ ഡിഗ്രി പഠിക്കുന്നു, അവരുടെ മോൻ BSc നഴ്സിംഗ് പഠിക്കുന്നതുകൊണ്ട് എൻ്റെ മോനും BSc നഴ്സിംഗ് പഠിക്കുന്നു, പിന്നെ ജർമ്മനി പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ അവരെ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷനോ മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ജോബി ചേട്ടനെ പോലെ മാറി ചിന്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളെ പൊളൈറ്റായിട്ട് റിമൈൻഡ് ചെയ്യാനുള്ളത്. മാമിന് എന്താ ഇതിനകത്ത് തോന്നുന്നത്? അതെ, ഡെഫിനറ്റ്ലി നമ്മളിപ്പം നമ്മുടെ നാട്ടിലൊരു ടെൻഡൻസിയാണ് +2 കഴിഞ്ഞാൽ ഒരു സെറ്റ് പാത്താണ്. നമ്മൾ ഡിഗ്രിക്ക് പോകുന്നു, PGക്ക് പോകുന്നു, എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നു, പഠിച്ച കാര്യത്തിലൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈവൻ നഴ്സിംഗ് ആണെങ്കിൽ പോലും കുറേ കൂടെ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നഴ്സിംഗ്. പക്ഷേ നഴ്സിംഗ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെറിറ്റിൽ കിട്ടുന്നത് ഓക്കെ, പക്ഷേ സ്റ്റിൽ ഈവൻ അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറി, നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ നമ്മുടെ നാടും പുറത്തുള്ള ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം ലോകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ +2 കഴിഞ്ഞാൽ നമുക്കറിയുന്ന ഒരു ഡിഗ്രി, അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ചൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനൊക്കെയാണ് പോകുന്നത്, നമ്മൾ മെയിനായിട്ട് കാണുന്ന നഴ്സിംഗ് അങ്ങനെയുള്ള കോഴ്സസ്. പക്ഷെ അത് മാത്രമല്ല, ലോകത്ത് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണെന്നുള്ള ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ഡെഫിനറ്റ്ലി ഹാർഡ് വർക്ക് ചെയ്യണം. നമുക്ക് കയ്യിലോട്ട് ആരും എടുത്തു തരാൻ പോകുന്നത്. അതെ, ഡെഫിനറ്റ്ലി. അപ്പം നമ്മൾ അതിനുള്ള വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഈ ലോകം മൊത്തം നമുക്ക് അവൈലബിൾ ആണെന്നുള്ള ഇന്നത്തെ കാലം ഒരു 10 കൊല്ലം മുന്നേ പോലും ഉള്ള പോലെ അല്ല ഇപ്പം. എത്രയോ നമുക്ക് കണക്ഷൻസ്, എക്സ്പാൻഷൻസ്, നമുക്ക് പുറത്തു പോയി പഠിക്കാനും ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറേ അധികം ഇന്ന് അവൈലബിൾ ആണ്. അപ്പം നമ്മളത് മനസ്സിലാക്കുക. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൻ്റെ കൂടെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ആൾക്കാർ ഇന്ന് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മളത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ ഡിസിഷൻസ് എടുക്കുക. ഈവൻ ഇപ്പോൾ പാരൻസിൻ്റെ കാര്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 1 ഇയർ നോക്കി ജർമ്മൻ കിട്ടിയില്ല, ഞാൻ നിർത്താൻ പോവുകയാണ്, ഡിഗ്രിക്ക് ചേരുകയാണ്. ആ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ശരിക്കും 1 ഇയർ എന്ന് പറയുന്നത് നമ്മൾ 8 മാസം നമ്മൾ പഠിക്കുകയാണ്, പിന്നെ ഒരു 4 മന്ത്സും കൂടെയാണ് 1 ഇയറിലേക്ക് ഉള്ളത്. അപ്പോൾ ആ ഒരു 4 മന്ത്സിൽ മേ ബി ഒരു പ്രാവശ്യമായിരിക്കും എക്സാം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ പാസ്സായില്ലെന്നുണ്ടെങ്കിൽ ഉടനെ ഇല്ല, 1 കൊല്ലം ഞാൻ നോക്കി, ജർമ്മൻ എനിക്ക് കിട്ടിയില്ല, ഞാനത് ഒഴിവാക്കുകയാണ്. അത് എന്താ പറയുക, അതൊരു വൈസായിട്ടുള്ള ഡിസിഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് ഈ പറഞ്ഞ പോലെ തന്നെ മേ ബി ഫസ്റ്റ് ടൈം കിട്ടിയില്ലെങ്കിലും സെക്കൻഡ് ടൈം നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടാവുള്ളൂ ചിലപ്പം ജർമ്മൻ ലാംഗ്വേജ്. ആ ഒരു ഫ്യൂ മന്ത്സിൻ്റെ ഡിഗ്രി ഇൻടേക്ക് ആയി, ജൂൺ ജൂലൈ ആകുമ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യണം, ഞാനിത് നിർത്തി പോവുകയാണെന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാതെ നമ്മൾ വൺസ് മോർ അറ്റംപ്റ്റ് ചെയ്ത്, നമ്മളിപ്പം അഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ നാട്ടിലൊരു 3 ഇയർ ഡിഗ്രി പഠിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പാരൻസ് ആണെങ്കിലും ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിലും ഡിസിഷൻസ് എടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടെ ചിന്തിച്ചിട്ട് വേണം. ഇതൊരു ഷോർട്ട് ടൈം ഗോൾസ് അല്ലാണ്ട് എപ്പോഴും ഒരു ലോങ്ങർ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുക എന്നുള്ളതാണല്ലേ സാർ?
അതായത് ആർക്കാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നതെന്നുള്ള ഒറ്റ വാക്ക് ഞാൻ ഉത്തരം പറയാം. ഒരു ലേണിംഗ് ഹാബിറ്റ് ഉള്ള സ്റ്റുഡൻറ്റിനാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണ് ലേണിംഗ് ഹാബിറ്റ്? ലേണിംഗ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതാത് ദിവസം പഠിക്കാനുള്ള ശീലമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ സ്വയം കുറ്റബോധം തോന്നുന്ന ആളുകൾ, അതായത് ഡെയിലി പഠിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ലാംഗ്വേജ് പഠിക്കാനും പാസ്സാവാനും വേണ്ടി സാധിക്കും. അതേ സമയത്ത് ക്ലാസ്സിൽ റെഗുലറായിട്ട് വരാതിരിക്കുക, മറ്റ് പരിപാടികളായിട്ട് നടക്കുക, ക്ലാസ്സിൽ വന്നതിന് ശേഷം വീട്ടിലോ ഹോസ്റ്റലിലോ പോയി പുസ്തകമോ ബുക്കൊന്നും തുറന്നു നോക്കാതിരിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ തരികിടയിലും തട്ടിപ്പിലും ഹോംവർക്കൊക്കെ മറ്റുള്ളവരെ കോപ്പി അടിച്ച് ക്ലാസ്സിൽ കാണിക്കുക, പഠിക്കാതിരിക്കുക, എക്സാം എങ്ങനെയെങ്കിലും പാസ്സാവുമെന്ന് വെറുതെ സ്വപ്നം കാണുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം എനിക്ക് പഠിക്കണമെന്നും പാസ്സാവണമെന്നുള്ള ഉള്ളിൽ നിന്നുള്ള തോന്നലുള്ള കുട്ടികൾ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾ, ഡെയിലി ബേസിൽ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാനും പാസ്സാവാനും വേണ്ടി സാധിക്കും. എനിക്ക് ആദിത്യയുടെ സ്റ്റോറിയാണ് ഇപ്പോൾ എനിക്ക് പറയാൻ വേണ്ടി തോന്നുന്നത്. നമ്മുടെ അടുത്ത് ആദിത്യ എന്ന് പറയുന്ന ഒരു കുട്ടി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഈ മാർച്ച് ഇൻടേക്കിൽ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അവിടെ ഓഫർ ലെറ്റർ കഴിഞ്ഞ് വിസ പ്രോസസ്സും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവൾ ഇപ്പം നമ്മുടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് ഇവിടെ പഠിപ്പിക്കുകയാണ്. അത്രയധികം എന്താ പറയുക, ആ ലാംഗ്വേജിൽ സ്കില്ലുള്ള ഒരു കുട്ടിയായിട്ടാണ് അവളെ ഫാക്കൽറ്റി ആയിട്ട് ഞാൻ A1 പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ആദിത്യയുടെ കാര്യം എന്ന് പറയുന്നത്, ആദിത്യ നീറ്റ് എക്സാം എഴുതി 560 മുകളിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു. സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, ശാസ്ത്രീയ മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ആദിത്യയ്ക്ക് ഫീസ് കൊടുത്ത് പഠിക്കാനായിട്ടുള്ള പണം വീട്ടിലില്ലാത്തത് കൊണ്ട് ആ ഓപ്ഷൻ വേണ്ടാന്ന് വെച്ച് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനി പോവുക എന്നുള്ളൊരു തീരുമാനമെടുത്ത് എഡ്യൂഫ്ലെയറിൽ വന്ന് ചേർന്നു. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അതാത് ക്ലാസ്സുകളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റായിരുന്നു. അവൾ പഠിച്ചു, പാസ്സായി. ആദ്യം അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തു. അവളുടെ ലാംഗ്വേജിലുള്ള കഴിവ് കണ്ടിട്ട് അവളെ നമ്മളൊരു മെയിൻ ഫാക്കൽറ്റിയാക്കി മാറ്റി മാർച്ചിൽ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അപ്പം അവളുടെ ആ ഒരു കരിയർ പാത്ത് എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പാത്തായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം ഞാൻ ആദിത്യയോട് പലപ്പോഴും ചോദിച്ചു, എങ്ങനെയാണ് മോൾക്ക് ഇത് പഠിക്കാൻ പറ്റുന്നത്, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, സിമ്പിളാണ്, ഞാൻ അന്നെന്നുള്ള കാര്യം അന്നന്ന് പഠിക്കും. ഞാൻ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ വക്കാബ്സ് പഠിക്കാൻ വേണ്ടി നോക്കും. സാറ് പഠിപ്പിച്ചൊക്കെ എൻ്റെ സ്വന്തം രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കും. ഇമാജിൻ ചെയ്യും. അപ്പം വെണ്ടയ്ക്കയ്ക്ക് ഇത് പേരാണെങ്കിൽ മറ്റേതിന് എന്ത് പേരായിരിക്കും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ആക്കി പറയാൻ പറ്റുന്നതൊക്കെ സ്വന്തമായിട്ട് ആലോചിക്കും. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ വരും. അങ്ങനെ പോയപ്പോൾ എനിക്ക് വളരെ ഈസി ആയിരുന്നു. ഒരു കാരണവശാലും പഠനം എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല എന്ന് ആദിത്യ പലപ്പോഴും പറയാറുണ്ട്. അപ്പം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ആദിത്യയായി മാറാൻ വേണ്ടി തയ്യാറാവണം. നിങ്ങളുടെ എഫേർട്ട് 8 മാസക്കാലം ഈ പഠനത്തിന് വേണ്ടി ഇടാൻ വേണ്ടി നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത വിധത്തിലുള്ള സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ മാത്രം ജീവിതമല്ല, നിങ്ങളുടെ ഫാമിലിയുടെ, നിങ്ങളുടെ പേരൻസിൻ്റെ, നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖമൊക്കെ നിങ്ങൾ ഓർത്ത് നിങ്ങളിത് പഠിക്കാൻ വേണ്ടി തയ്യാറായാൽ അത്രയും ഉയരത്തിലുള്ളൊരു ജീവിതമാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. 8 മാസം നിങ്ങൾ അതിനു വേണ്ടി തയ്യാറുള്ള ആളുകളാണോ, നിങ്ങളുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും. EduFlair, education driven by passion.